കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും നല്ല കോമഡി സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുള്ള രണ്ടുപേരും. അപ്പൊ ശരിക്കും നിങ്ങൾക്കും അതൊരു പ്രഷറാണല്ലോ, ഈ കോമഡി എഴുതുക അല്ലെങ്കിൽ കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ. അപ്പൊ ഈ വേറെ ജോണറൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഈ കോമഡി ടാഗ് ഭയങ്കര പാടാവുന്നുണ്ടോ? എടാ, വേറൊരു ട്രാക്ക് ഞങ്ങൾ പിടിച്ചതാണ് നമ്മുടെ വെടിക്കെട്ട് അല്ലേ. വെടിക്കെട്ടില് അത്യാവശ്യം നമ്മള് ആക്ച്വലി ഞങ്ങൾ ഒരിക്കലും സീരിയസ് ആവണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ പടമൊന്നുമല്ല വെടിക്കെട്ട്. വെടിക്കെട്ടുള്ള സബ്ജക്ട് വളരെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിൻ്റെയൊക്കെ ഭയങ്കര കനമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോ നമുക്ക് എഡിറ്റിംഗിലൊക്കെ വരുമ്പോൾ എപ്പോഴും തമാശയാണ് മാറ്റപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ എഡിറ്റിംഗിൽ ഹ്യൂമർ അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോട്ടെ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങള് വെടിക്കെട്ട്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശശുദ്ധിയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും, ഞാൻ രജിത്തേനെയും ഈ പറയുന്ന ശ്രീധരനെയും വെച്ച് നീതികൂടെ തന്നെ പറയുന്നത്, ഇവർ രണ്ടുപേരുടെയും ഉള്ളില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലൊരു തമിഴ് പടം ശിവകാർത്തികേയന്റെ ഒക്കെ പടങ്ങളില്ലേ, അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇവരുടെ മീറ്റർ ഏതാണ്, ഇവരുടെ കണ്ടന്റ് ഫേസ് അതായിരുന്നു. അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവും അവര് അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അവര് കൃത്യമായിട്ട് അതിന് എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട്, അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ ബലം, ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ, ഒരാൾ ചോദിച്ചല്ലോ ഇവിടുത്തെ കുറെ പേരെ ചെറുതായിട്ടെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്ന്. അത് നമ്മൾ കണ്ടിട്ട് കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു സെക്കൻഡ് ഷോ കഴിക്കും അല്ലെ, ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓഡിയൻസ് കൈയടിക്കണമെങ്കിൽ 99% പേരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിരിക്കണമെങ്കിൽ സത്യമല്ലേ? അപ്പൊ ആ കൈയടി സിനിമയ്ക്ക് അർഹരാണ് ഞങ്ങൾ ആ കൈയടി. അത്രേ ഉള്ളൂ. മലയാള സിനിമയിൽ നമ്മളെ ചിരിപ്പിച്ച കുറെ കോംബോ ഉണ്ട്. നമ്മുടെ ദിലീപ്, അതേപോലെ മോഹൻലാല്, ശ്രീനിവാസൻ ചേട്ടൻ, അതേപോലെ ഒരു കോംബോ ക്രിയേറ്റ് ആവുന്ന പോലെ തോന്നില്ല നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ? അതങ്ങനെ ആയി വരുന്നതാണോ തോന്നുന്നു? അങ്ങനെ ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഇത് അങ്ങനത്തെ പരിപാടിയേ അല്ലല്ലോ. നിങ്ങൾ പടം കണ്ടില്ലോ? ഈ സിനിമ മാത്രല്ല പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് വേറെ ഒരു പടത്തിൽ ഹ്യൂമർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതറിയാം നിങ്ങൾക്ക്? നമ്മൾ പറയുമ്പോഴേ ഞാൻ വിഷ്ണു കോമഡി പടങ്ങൾ എഴുതിയാണ്, ഞാൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു, ഇവൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യമായിട്ട് A to Z ഞാൻ ഇവനും ഹ്യൂമർ കെയർ ചെയ്യുന്ന ആദ്യത്തെ പടമാണ്. സത്യമല്ലടാ? പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് മനഃപൂർവ്വം ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇതൊക്കെ സംഭവിക്കലാണ്. ബ്രോയുടെ നാവും പറഞ്ഞാവട്ടെ, അതേപോലെ നല്ലൊരു കോമ്പോ ആവട്ടെ ഞാൻ വിഷ്ണു. വന്നേ അതിനൊക്കെ വേറെ ആരെയും പറ്റാൻ ഇവരും അതേ ചോദിക്കും. അങ്ങനെ നടക്കാതെ പോയതാ.